നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മേ ഓടി വാ. വരുൺ അച്ഛാ. അമ്മേ എന്തു പറ്റി മോനെ? അച്ഛാ എന്താ അച്ഛാ എന്താ പറ്റി? അച്ഛാ എന്താ എന്താ അമ്മേ? അയ്യോ എന്താ അച്ഛാ? അച്ഛാ എനിക്കങ്ങനെ കൺമുന്നിൽ കാണുന്ന എല്ലാവരെയും സഹോദരിയായിട്ട് കാണാൻ നല്ല ബുദ്ധിമുട്ടാ. ഒരു കാര്യം ഞാൻ പറയാം, പ്രിയങ്കയോട് മത്സരിക്കാൻ ശ്രമിച്ച പലയിടത്തും താൻ തോൽക്കും. അത് തനിക്ക് പിന്നെ വല്ലാത്ത മാനസിക പ്രയാസം ഉണ്ടാക്കും. മതി. അനുജത്തെ കുറിച്ച് വാതോരാതെ സംസാരിക്കാൻ അവളെ കെട്ടിയ ഒരുത്തനുണ്ട്. നിങ്ങൾ അതിൽ ഇടപെടണ്ട. അല്ല, നിങ്ങളും അനുജനും ഒരൊറ്റ ആത്മാവാണെന്നല്ലേ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവനോട് ചോദിക്കാത്ത എന്താ? ഇന്ന് വെച്ച വിളമ്പിയത് അവന്റെ ആരുമല്ല, അവനെ ചതിച്ചതാണെന്ന് അവൻ പറഞ്ഞത്. എന്നിട്ട് ചോദിച്ചോ? അല്ല, അതിന്റെ പരിഹാരം കണ്ടോ? അനുജനെ സ്നേഹിക്കുന്നവനായിരുന്നെങ്കിലേ, അല്പമെങ്കിലും ആണത്തം ബാക്കിയുണ്ടായിരുന്നെങ്കിലേ അടിച്ചിറക്കണമായിരുന്നു അവളെ ഇവിടുന്ന്. അതോ ആ കാര്യത്തിൽ മാത്രം അനുജന് വിശ്വാസമില്ലേ? കൽപ്പന, ദേ, നിങ്ങളുടെയൊക്കെ മനസ്സിലിരിപ്പ് നന്നായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇരിക്കുന്നത് വീൽ ചെയറിലാണെങ്കിലും ചില ഇടങ്ങളിലേക്ക് നോട്ടം എത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. കൽപ്പന, ദേ, എന്നെ ഉപദേശിക്കാനോ ശാസിക്കാനോ ശ്രമിച്ച പൊള്ളുന്നത് പലത് നിങ്ങൾക്ക് കേൾക്കേണ്ടതായി വരും. എന്റെ മുന്നിൽ വെച്ച് അവളെ വാഴ്ത്തിപ്പാടാന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചോ. ദേ, കണിമംഗലത്തെ മൂത്ത മരുമകള് ഈ കൽപ്പനയാ. അത് മാത്രമല്ല എന്റെ യോഗ്യത. ഈ വീൽ ചെയറിലിരുന്ന് ഉരുളുന്ന നിങ്ങളെ ഇപ്പോഴും കെട്ടിയോനെന്ന് തന്നെ ഞാൻ മറ്റുള്ളവരോട് പറയുന്നേ. അതെ, അതെന്റെ പിച്ചയാ. കണിമംഗലത്തുകാരുടെ പാത്രത്തില് ഞാൻ ഇടുന്ന പിച്ച. കൽപ്പന, ഏയ് ഒന്നുമല്ല അച്ഛാ, ഞങ്ങള് വെറുതെ. നീ മിണ്ടരുത്. കൽപ്പനയുടെ പ്രശ്നം എന്താ? ഒളിഞ്ഞും തെളിഞ്ഞും ഞാൻ പലതും കേൾക്കുന്നുണ്ട്. കണിമംഗലത്തുകാർക്ക് പിച്ചയെറിയാനുള്ള വലിപ്പം നിനക്കോ നിന്റെ കുടുംബത്തിനോ ആയിട്ടുണ്ടെന്ന തോന്നലുണ്ടെങ്കിൽ അത് വേണ്ട മോളെ. എന്റെ മകൻ തളർന്നു പോയിട്ടുണ്ട്. അവനെ ഉപേക്ഷിച്ച് നീ പോയില്ലെന്നുള്ളത് ചെറിയ കാര്യവുമല്ല. അതിന്റെ കടപ്പാട് ഈ കുടുംബത്തിൽ എല്ലാവരും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ തലയിൽ കയറിയിരിക്കാമെന്ന് നീ കരുതരുത്. ഒരു ഗുണമില്ലെന്ന് നീ അവനെക്കുറിച്ച് പറയരുത്. ഞങ്ങൾക്കിപ്പോഴും സൂര്യ ഞങ്ങളുടെ പ്രിയപ്പെട്ട മകനാണ്. മകനെ കുറിച്ച് അഭിമാനം ഉണ്ടെങ്കിൽ അത് ആഘോഷിച്ചോളൂ. എനിക്കതിൽ പരാതിയൊന്നുമില്ല. പക്ഷെ എന്നെ ചവിട്ടി താഴ്ത്താൻ ഞാൻ അനുവദിക്കില്ല. പുതിയ ഒരുത്തി വന്ന് കേറിയപ്പോ അച്ഛനടക്കം എല്ലാവരും എന്നെ അവഗണിക്കുക. ഇല്ലെന്ന് അച്ഛന് പറയാൻ പറ്റൂ? അത് നിന്റെ തോന്നലാണ്. വന്നു കേറിയ പെൺകുട്ടി എല്ലാവരോടും ബഹുമാനത്തോടെ പെരുമാറുന്നു. അടുക്കളയിൽ കയറി അത്ഭുതങ്ങൾ കാണിക്കുന്നു. അതിൽ പരിഭവം കാണിച്ചിട്ട് എന്താ കാര്യം? എനിക്ക് ഒരു പരിഭവവും ഇല്ല. പക്ഷെ അച്ഛനെ ഒന്നും മറക്കണ്ട, വരുണും അവളും ഇതുവരെ ജീവിച്ചു തുടങ്ങിയിട്ടില്ല അച്ഛാ. അച്ഛന്റെ കൺമുന്നിൽ അവര് കാണിക്കുന്നതൊക്കെ വെറും വെറും അഭിനയം മാത്രം. ഇഷ്ടപ്പെട്ടവള് വേറെ എവിടെയോ ഉണ്ടെന്ന് പറഞ്ഞ് നടക്ക അച്ഛന്റെ ഇളയ മകൻ. ഒരു ദിവസം അങ്ങനെ ഒരുത്തി വിളിച്ചു കയറ്റി വീട്ടിലേക്ക് കൊണ്ടുവന്നാലോ?
ഇപ്പൊ പുണ്യവതി എന്ന് പറയുന്ന ഈ പെണ്ണിനോട് അച്ഛൻ എന്ത് സമാധാനം പറയും? അതോ ചെയ്തത് വരുണല്ലേ? അതുകൊണ്ട് അവന്റെ കൂടെ 2 ഭാര്യമാര് ജീവിച്ചോട്ടെന്ന് തീരുമാനിക്കുമോ? അതോ അവനെ കണിമംഗലത്ത് നിന്ന് അടിച്ചിറക്കും? പറയച്ചാ. കൽപ്പന, പറയട്ടെ സൂര്യ. ഇന്നല്ലെങ്കിൽ നാളെ അച്ഛൻ ഇതിന് ഉത്തരം പറയേണ്ടത് തന്നെയാ. എല്ലാത്തിനും ഒടുക്കം ഒരുപക്ഷെ അച്ഛന്റെ അടുത്ത് മകനും ഇതുപോലൊരു വീൽ ചെയറിലും കണിമംഗലത്തിന്റെ ഹാളിലിരിക്കും. അല്ലെങ്കിൽ ഒരു പെണ്ണിനെ ചതിച്ചതിന്റെ കളിയില് നാട്ടുകാരവനെ തല്ലിക്കൊന്നെന്നും വരും. അച്ഛാ, അച്ഛാ, വരുൺ, അമ്മേ ഓടിവാ. വരുൺ, അച്ഛാ, അമ്മേ എന്തു പറ്റി മോനെ? അച്ഛാ, എന്താ അച്ഛാ, എന്താ അച്ഛാ, എന്താ എന്താ അമ്മേ? അയ്യോ, എന്താ അച്ഛാ? അച്ഛാ, അച്ഛാ, എന്താ എന്താ പറ്റിയേ? പോയാലോ? ഒന്നുമില്ലടോ, ഇത്തിരി വെള്ളം എടുക്ക്. അച്ഛാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലടാ, ചെറിയൊരു തളർച്ച പോലെ. എന്നിട്ടാണോ ഒന്നുമില്ലെന്ന് പറയുന്നേ? നമുക്ക് ഹോസ്പിറ്റലിൽ പോവാ. അച്ഛാ, വേണ്ട മോളെ, മോളുണ്ടാക്കിയ പായസം അലുവയൊക്കെ ഒരുപാട് കഴിച്ചല്ലേ, ഷുഗർ ഷൂട്ടപ്പ് ചെയ്തതായിരിക്കും. കുടിക്ക. വലിച്ച ഇങ്ങനെ ടെൻഷൻ ഉണ്ടാവാൻ എന്തെങ്കിലും കാരണം? നമ്മുടെ കുടുംബത്തിലിപ്പോ ടെൻഷനുള്ള കാര്യമൊന്നുമില്ലല്ലോ. നോക്ക്, ഒന്ന് ഡോക്ടറെ അടുത്തേക്ക് പോവാം. ഒന്നുമില്ലെന്ന് അറിഞ്ഞ ഒരു സമാധാനം ഉണ്ടാവും. ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞാൽ നിനക്ക് സമാധാനം ഇല്ലേ? ഒന്നുമില്ലടോ. അച്ഛാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഒന്നുമില്ല മോനെ, നിന്നെപ്പോലെ തുള്ളിച്ചാടി നടക്കാൻ ഞാൻ ചെറുപ്പമൊന്നുമല്ലല്ലോ. പ്രായമായില്ലേ, അതിന്റെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ഇനി ഇതൊരു വലിയ കാര്യമാക്കി പരസ്പരം ആരും പെരുപ്പിച്ച് പറയണ്ട. അത് കഴിഞ്ഞു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.